ജസ്റ്റ് ഒന്ന് വെയിലത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ തിരിച്ചു കയറുമ്പോഴേക്കും നല്ല രീതിയിൽ ഞാനൊക്കെ ടയേർഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഈ നോമ്പും പിടിച്ച് വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ കാര്യം എന്തൊരു കഷ്ടപ്പാടായിരിക്കും അല്ലേ. നമ്മളിപ്പോ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഹയാസിന്റെ ഹെഡ് ഒന്ന് ഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തപ്പോൾ അത്യാവശ്യം പെയിൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹയാസിന്. ഇത്തവണ ഡ്രസ് ചെയ്തപ്പോൾ ചെറിയൊരു സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത്യാവശ്യം ഹീൽ ആയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സൺഡേ ആകുമ്പോഴേക്കും നമുക്ക് ഈ സ്റ്റാപ്ലെയർ ഒക്കെ റിമൂവ് ചെയ്യാം കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വരും വഴി ഹംനാക്ക് ഡ്രസ്സ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കാര്യമായിട്ട് സെറ്റ് ആയില്ല, എന്നാലും ഞാൻ ഒരെണ്ണം എടുത്തിട്ട് പോന്നു. ഇനിയിപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്ത്. പിന്നെ മൊത്തത്തിൽ എന്റെ ഒരു സൈഡായ മറ്റായിരുന്നു കേട്ടോ. കാര്യം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. നോമ്പ് തുറക്കുന്ന സമയമായപ്പോഴേക്കും നമ്മളൊരു കഫേയിൽ കയറി നോമ്പൊക്കെ തുറന്നു. അവിടുത്തെ ബിരിയാണിയുടെ സ്മെല്ല് അടിച്ചിട്ടാണോ എന്നറിയില്ല, ഹയാസിന് എന്തായാലും ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒരെണ്ണം പാർസൽ വാങ്ങി നേരെ കാറിൽ വന്നിരുന്നാണ് കേട്ടോ ബിരിയാണി കഴിച്ചത്. കാര്യം കയ്യിൽ സ്പൂണൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് തന്നെ വാരിച്ച് കഴിക്കാനായിരുന്നു കേട്ടോ അബ്ബക്കും മക്കൾക്കും ഇഷ്ടം. അങ്ങനെ ഞാൻ വാരി കൊടുത്തു. ബിരിയാണി മകത്താക്കി വരുന്ന വഴി ഒരു ഉപ്പ് സോഡയും കൂടി കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. തലവേദന കൂടിയതുകൊണ്ട് ഞാൻ പിന്നെ മൊത്തത്തിൽ സൈഡായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.